മാറ്റിയിട്ട് വേറെ ഒരു ഡയറക്ടറെ വെച്ചിട്ട് ജെയ്സ് ബിജോയ് എന്ന് പറയുന്നുണ്ട്. തിയേറ്ററിൽ ഫെസ്റ്റിവൽ സമയത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാനാണ് ശ്രമം. നമ്മളെ എക്സൈറ്റ് ചെയ്യണ ഡിസംബറിലാണ്. ഡേറ്റ് എന്നാണ് വരുന്നത്? 18. എങ്ങനെയാണ്, എത്രത്തോളം എക്സൈറ്റ്മെന്റ്? മൊത്തം ഇപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി മാക്സിമം വേഗത്തിൽ ചെയ്തോണ്ടിരിക്കുന്നു. അതിലിപ്പോ കുറച്ച് റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യണ്ടില്ലേ, മറ്റേ സോന സോങ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഒരു ഗ്ലിംസ് ഒക്കെ വന്നപ്പോല്ലോ ഭയങ്കരമായിട്ട് ലാലേട്ടന്റെ ലാസ്റ്റത്തെ പോർഷനിൽ ആ സോനൊക്കെ ഭയങ്കര, അത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യണ കാരണം ലാലേട്ടന്റെ സൗണ്ട് വെച്ചതാണോ അതോ റിവീൽ നമുക്ക് നമ്മുടെ ഒരു ഇതിൽ ഇടുന്നതാണ് കണ്ടന്റ്, ആവശ്യമുള്ള കണ്ടന്റ് നമ്മൾ ഇടുന്നതാണ്. ഞാൻ ചേട്ടൻ്റെ ലുക്ക് ഭയങ്കര രസമായിരുന്നു, അതേപോലെ ദിലീപേട്ടൻ്റെ ലുക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എനിക്ക് ലാലേട്ടൻ്റെ ലുക്കാണ് ഇനി അടുത്ത എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എക്സൈറ്റ് ചെയ്യുന്ന ലുക്ക് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ലല്ലോ എന്താണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഹാപ്പി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പടം എത്തിച്ചിട്ടുള്ളത്. ബാക്കി ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് വേറെ ഒരു ഡയറക്ടറെ വെച്ചിട്ട് ജെയ്സ് ബിജോയ് എന്ന് പറയുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല മാറ്റിയിട്ടുണ്ടോ ആരാന്ന് നമുക്ക് പറയാം. ഒഫീഷ്യലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഞാൻ അടുത്ത അപ്ഡേറ്റ് പറഞ്ഞാൽ എന്തായിരിക്കും? തിയേറ്ററിൽ പൊളിക്കാനുള്ള ഒരു സാധനം ഉണ്ട്, കോൺഫിഡന്റ് ഉണ്ട് നമുക്ക് തിയേറ്ററിൽ പൊളിക്കാനുള്ള. ഇഷ്ടപ്പെടുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ടാവും തോന്നുന്നത്. നമ്മൾ ഒരു എന്റർടൈനർ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നമ്മളൊരു തിയേറ്ററിൽ ഒരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കാനാണ് ശ്രമം. അതിനങ്ങനെ കണ്ട് പ്രോത്സാഹിപ്പിക്കണം. അതൊരു ഒരു ഫൺ ഫിലിമാണ്, അങ്ങനെ കണ്ട് പ്രോത്സാഹിപ്പിക്കണം. വേറെ ഒന്നും അല്ല, വലിയ സംഭവം ഒന്നും നമ്മൾ പറയുന്നില്ല. തിയേറ്ററിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു പടം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലാലേട്ടൻ ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഒരു ജോണറാണ്, അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. കറക്റ്റ് അത് തന്നെ എക്സ്പെക്ട് ചെയ്യണം. എനിക്കൊന്നും നിരാശരാവില്ലെന്ന് തോന്നുന്നു, ഒന്നും അറിയില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് അശോകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഫൈറ്റ് ആയിട്ടുള്ള ഒരു കുറെ കൂട്ടത്തോടെ ഒരു ഫൈറ്റ് ഒക്കെ കാണുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് പരിപാടികളുണ്ട്, എന്റർടൈൻമെന്റ് ആവുന്ന തോന്നുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും അതിൽ കൂടുതൽ പറയുമ്പോൾ കൊളായി പോകും. അതുകൊണ്ടാണ്. ഓക്കെ. എന്തായാലും ക്ലൈമാക്സ് ഒരു ഹൈ ലെവലിലേക്കുള്ള ഒരു സാധനം. ഓക്കെ. എന്തായാലും എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും. ജനങ്ങൾ ഓൾറെഡി ഏറ്റെടുത്ത സാധനമാണ്. വെയിറ്റ് ചെയ്യണ തിയേറ്ററിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇതിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ കാണാം, അതായിരിക്കും അതിന്റെ രസം. ഡിസംബർ 18 ഒരാഴ്ച. ഓക്കെ, താങ്ക് യു. ഓക്കെ. അല്ല, ഇതിലേക്ക് ഇല്ലേ ഒരു കാര്യം ചോദിച്ചാൽ, അഭിനയിക്കാനുള്ള കാരണം എന്താ ലാലേട്ടൻ അഭിനയിക്കാനുള്ള? നമ്മൾ ടീസർ ഗ്ലിംസ് കിട്ടപ്പോൾ അതില് റൈറ്റർ മാത്രമല്ല ഒരു കഥാപാത്രമായിട്ട് ത്രൂ ഔട്ട് ആയിട്ടാണ്. കുഴപ്പമില്ലാത്തൊരു നമുക്ക് അഭിനയം താല്പര്യമുള്ളത് കൊണ്ട് സ്വന്തം പടത്തിൽ വേണമല്ലോടാ, നമ്മൾ അഭിനയിക്കും. അത്രേ ഉള്ളൂ. നൂറ രണ്ടുപേരുണ്ടാവും. ചെറിയൊരു പരിപാടിയാണ്, നമ്മൾ മെയിൻ അല്ല, രണ്ടുപേരുണ്ട്. നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരുണ്ട്. ഓക്കെ, താങ്ക് യു.